അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്തേ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്നുള്ളൊരു ആരോപണം ചിലരെങ്കിലും ഉന്നയിക്കാൻ കാരണം? അവരുന്നയിക്കാനുള്ള കാരണം ഇനിയിപ്പോ ആർക്കും മനസ്സിലാകാത്തതില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി TV ചാനലിൻ്റെതാണെന്ന് തോന്നുന്നു. ഞാനൊരു റിപ്പോർട്ട് കാണുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ സുന്നത്തിയമായത്തിന്റെ ചില വിരോധികൾ യമനിൽ കൊല്ലപ്പെട്ട തൊലാൽ അബ്ദു മഹദിയുടെ സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയാണോലോ, നമ്മളെ കേരളത്തിൽ നിന്നുള്ള ചിലര് പറയാണോലോ, നിമിഷപ്രിയയുടെ ഖിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല. നഊദു ബില്ലാഹ്. എവിടെ എത്തി ഈ വിരോധം, വ്യക്തിവിരോധം? എന്തും ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാനെ പേടിയുള്ള ഒരാൾക്കത് പറയാൻ പറ്റുമോ? ദീനുൽ ഇസ്ലാമില് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബഉൽ മൂബിഖാത്താണ്, അതിൽ തർക്കമില്ല. ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീഅത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം, ഇതിനുള്ള ശിക്ഷ എന്താണ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ ആക്രമിച്ച കേസാണ്, അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ്, ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കൊലപാതകത്തിന് ഖിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു അൻഹു യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് തൊലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ മിനിയാന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട്.
സോളിസിറ്റർ ജനറൽ വെങ്കിട്ട രമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത്, there is a point till which we can reach and we have already reached that point. We may not be able to cross that point. എന്താ പറഞ്ഞത്? ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയൊരു പരിധിയുണ്ട്, ഒരു പോയിന്റുണ്ട്. ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയൊരു പോയിന്റ് വരെ ഞങ്ങൾ പോയി. ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം. കോടതി ചോദിച്ച ചോദ്യവും അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു നാട്ടിൽ, അതും ഇന്ത്യ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു നാട്ടില്, അവിടത്തെ നിയമം വെച്ചുകൊണ്ടൊരു കേസ് വിധിക്കുമ്പോ ആരോടാ ഞങ്ങൾ കൊലപാതകത്തിന് ശിക്ഷ നടപ്പാക്കരുത് എന്ന് വിധി ആരോടാ ഞങ്ങൾ പറയാ? ഞങ്ങൾ പറഞ്ഞാൽ അത് ആരാ അനുസരിക്കുക? ഏതായാലും ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 18-ാം തീയതി വെള്ളിയാഴ്ച പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 18-ാം തീയതിയിലേക്ക് കോടതി പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഉമർ ബിൻ നഫീൽ തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, തൽക്കാലം ഇന്ന് 16-ാം തീയതി നടത്തേണ്ട ആ വധശിക്ഷ ഇന്ന് നടത്തേണ്ട എന്ന് വെച്ചു. ഈ ഒരു സമയത്ത് സുന്നത്തിയമായത്തിന്റെ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും അല്ലാതെയും ഒക്കെ മെസ്സേജ് അയക്കുകയാണ്, ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം എന്താ? നിമിഷപ്രിയോട് അവർക്ക് വിരോധം ഉണ്ടാകാൻ കാരണമല്ല, അല്ലെങ്കിൽ യമനിലെ തൊലാലിനോട് അവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല. പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമറോ, ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ, എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഘികളും, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഘികളുണ്ട്, അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. الشيخ ابو بكر احمد المسليار، الراجل ده هو اسمه كده التايتل بتاعه في الهند او وظيفته في الهند رئيس علماء اهل السنه وعميد كليه الشريعه. الاسم اللي هو حاطه لنفسه او التايتل اللي هم عاملينه له في الحكومه هناك رئيس علماء اهل السنه يغريك وكانه هو فعلا عالم اهل السنه، لكن الحقيقه على خلاف ذلك تماما. هنشوف الفيديو دلوقتي بتاع الراجل الهندي ده اللي هو ابو بكر المسليار، وهرجع لحضراتكم كان زي ما نشوف الهند. مشاهدينا الكرام، يسعدنا ان ينضم الينا في هذه الدقائق السريعه. കാന്തപുരം കാഞ്ചനതാരം കാലത്തിന്റെ കൗതുകസാരം കാവലാളാണേ കാരുണ്യമാണ്. ഞാൻ പാടുന്നില്ല, പക്ഷെ ഈ പാട്ടുണ്ടല്ലോ ഇന്നിന്റെ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും മനോഹരമായ, അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വരികൾ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കണം. 1989 മുതൽ ആ മഹാമനീഷിയുടെ വളർച്ചയെ തടയാൻ വേണ്ടി ബുദ്ധിയും വികാസവും ഒക്കെ നഷ്ടപ്പെട്ട് അന്ന് എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ആ വളർച്ചയെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവരുണ്ട്. അവർക്കിന്ന് മധുര പ്രതികാരത്തിന്റെ ദിനമാണ്. അവർക്കെല്ലാവർക്കും കിട്ടി. എല്ലാവരുടെയും നാക്കിലൂടെ, എല്ലാവരുടെയും സംസാരം ഒരേ ഒരു നാമം, അതെ, AP ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എങ്ങനെയിരിക്കണേ? അപ്പം മറ്റുള്ള രാജ്യത്ത് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ ഒരു പണ്ഡിതൻ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിമ്മത്ത്, ഇച്ഛാശക്തി ചെറുതൊന്നുമല്ല. പഴയകാല ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തെ ഇരുത്തിക്കളയാമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. അവർക്കൊക്കെ ഇന്ന് മാഷാ അല്ലാഹ് AP ഉസ്താദ് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെടുന്നതോ ഇറക്കുന്നതോ ഒക്കെ. പല കേസുകളിലും പല രാജ്യങ്ങളിലും ഇടപെടുകയും ജോലി ആവശ്യവും ഇതുപോലെയുള്ള വധശിക്ഷക്കോ മറ്റൊക്കെ ജയിലിൽ കുടുങ്ങിയ ആളുകളൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വന്യരായ ഷെയ്ഖുന AP ഉസ്താദ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും കേട്ടുള്ള വലിയ ഒരു ക്രൈം നടന്നൊരു സംഭവമാണ്. അത്
ഇന്ന് ഏറ്റവും അവസാനമായ തൂക്കുകയറിന്റെ ആ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരേ ഒരു പണ്ഡിതൻ ഇടപെടുന്നു. സൂഫിയാക്കളുമായിട്ടുള്ള ബന്ധം. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ, സുന്നി ആശയം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വക്താക്കളാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്നതിനോടൊപ്പം മാനവികത പഠിപ്പിക്കുന്നു, ധാർമ്മികത പഠിപ്പിക്കുന്നു. കൊല്ലുവാനും വെട്ടുവാനും കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളും ആർത്തിരമ്പി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ മുദ്രാവാക്യം വളരെ മനോഹരമായിട്ടുള്ള താക്കീത് കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. ആരെയും കൊലപ്പെടുത്തുവാനോ ആക്രമിക്കുവാനോ ഉള്ള ഒരു ആഹ്വാനവും അതിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ, ഇസ്ലാമിന്റെ നാമം പറഞ്ഞു നടക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. 6-ാം നൂറ്റാണ്ടിന്റെ സന്തതിയാണ്, പിന്തിരിപ്പൻ മനോഭാവമുള്ള ആളുകളാണ്, യാഥാസ്ഥികനാണ്. അവരൊന്നും പിൻപറ്റരുത്. അവർ ഈ നാടിന് തന്നെ ശാപമാണ്. ഈ നാട് എന്തെല്ലോ ആണ് ചാനലിലും അവിടെ ഇവിടെ ഇരുന്നിട്ടൊക്കെ അവരെ കൊണ്ടുവരുവാനും കുറെ ആളുകൾ, ചർച്ച നടത്തുവാനും കുറെ ആളുകൾ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ആര് പഠിപ്പിക്കണം? ഇതുപോലുള്ള നേതാക്കൾ പഠിപ്പിക്കും. മനസ്സിലായോ? അവിടെ മതമെന്നോ വിശ്വാസമെന്നോ ആചാരമെന്നോ ഒന്നും നോക്കുന്നില്ല. അവിടെ ഒരു മനുഷ്യന്റെ പ്രയാസം അകറ്റിക്കൊടുക്കുക, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം. അത് ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യന്റെ വർത്തമാന സാഹചര്യത്തിലെ 2025 ജൂലൈ മാസത്തിൽ അത് തെളിയിക്കുകയാണ്. ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ നാവിലൂടെയും വരട്ടെ. നമ്മളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കണം. കാരണം മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോണ്ടാകുന്ന ആ ഒരു സുഖം ചെറുതൊന്നുമല്ല. നമ്മളൊക്കെ കുറെ പറഞ്ഞു പോയതാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പറയാറുണ്ട്, AP ആളാ, അതേടാ ഞാൻ AP ആളാ. ഇങ്ങനെയുള്ള നേതൃത്വ പദവിയിലിരിക്കുന്ന, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന, ധാർമ്മികത പഠിപ്പിക്കുന്ന, മാനവികത പഠിപ്പിക്കുന്ന, ഒരു വലിയ നേതൃത്വ പാഠവുമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ കീഴിൽ അവരെ ഓരം ചാരിങ്ങനെ നടക്കുക. അത് മതി. ഇനി എന്താ വേണ്ടത്? ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം, മാഷാ അല്ലാഹ്. വാനോളം ഉയർന്നിങ്ങനെ പേരുകൾ ഇപ്പൊ എവിടാൻ നോക്കിക്കഴിഞ്ഞാലും, സോഷ്യൽ മീഡിയ ഏത് എഴുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരേ ഒരു നാമം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എന്നപ്പോട്ടെ, അസ്സലാമു അലൈക്കും. കാന്തപുരം കാഞ്ചന താരം, കാലത്തിന്റെ കൗതുകസാരം, കാവലാളാണേ കാരുണ്യമാണേ, കാവലാളാണേ കാരുണ്യമാണേ. കാന്തപുരം കാഞ്ചന താരം, കാലത്തിന്റെ കൗതുകസാരം, കാവലാളാണേ കാരുണ്യമാണേ, കാവലാളാണേ കാരുണ്യമാണേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അല്ലാഹ്, യാ റഹ്മാനു യാ ഫർഹാനു യാ സുബ്ഹാനല്ലാഹ്. സുൽത്താനാണേ ശൈഖുനേ AP ഉസ്താദേ കാ കല്ലാ, ആയുസ്സിനല്ലാഹ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.